പ്രിയപ്പെട്ട സ്നേഹബഹുമാനപ്പെട്ട വിചാരിച്ച രാസന ദേവാലയത്തിൻ്റെ ശിഷ്യന്മാരെയും മറ്റു വൈദികരെ, ഈ വർഷം തിരുപ്പട്ടം സ്വീകരിച്ച പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മുടെ കർത്താവിൻ്റെ ജനഹ തിരുനാൾ നമ്മൾ ഓർക്കുകയാണ്, ആഘോഷിക്കുകയാണ്. നമ്മുടെ ആണ്ട് വട്ടത്തിലെ തിരുനാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് ജനഹ തിരുനാൾ. അതിൻ്റെ ദൈവശാസ്ത്രപരമായ മാനം കൊണ്ടും ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങൾ കൊണ്ടുമെല്ലാം എല്ലാ സഭകളും ആദരവോടെ കാത്തിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലുകളുടെ ദിവസമാണ് ഇന്ന് എന്ന് നമുക്കറിയാം. പാലാ ഭദ്രാസന ദേവാലയത്തിൻ്റെ പാരമ്പര്യവും അവിടുത്തെ ജനഹ രാക്കുളി തിരുനാൾ ആഘോഷങ്ങളുമെല്ലാം നമ്മുടെ ഈ ദേശത്ത് ഭാരതത്തിലെ നസ്രാണികളുടെ ഇടയിൽ കീർത്തി കേട്ട ഒരു കാര്യം കൂടിയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പരിശുദ്ധ സിംഹാസനം നൽകിയ ഒരു ഓർമ്മപ്പേരായിരുന്നു പാലാ വലിയ പള്ളി എന്നത്. ആ വലിയ പള്ളി രൂപതയുടെ ഭദ്രാസന ദേവാലയത്തോട് ചേർന്ന് വന്നപ്പോൾ അതിന് കൂടുതലായ ആകർഷണവും നസ്രാണി സമൂഹത്തിൽ ഒരു ഇടവും അതിന് കിട്ടി എന്ന് ചരിത്ര യാഥാർത്ഥ്യമാണ്. പാലാ വലിയ പള്ളി, ഭദ്രാസന പള്ളി, അതിൻ്റെ ജനഹ തിരുനാൾ, രാക്കുളി തിരുനാൾ നസ്രാണികളുടെ ചരിത്രത്തിൽ വലിയ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പ്രതീകാത്മകമായിട്ടെങ്കിലും നമ്മളത് കുറേയെല്ലാം കാത്തു സൂക്ഷിക്കാനും അതിൻ്റെ മഹിമ കണ്ടെത്താനുമൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പൊതുവെയുള്ള സാധാരണ വിശ്വാസികളുടെ ഇടയിലെ ഒരു പഴഞ്ചൊല്ലായിരുന്നല്ലോ, രാക്കുളി തിരുനാളിൻ്റെ ആള് ഉണ്ടായിരുന്നു അല്ലെ ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ വലിയൊരു ജനസഞ്ചയമായിരുന്നു നമുക്കിവിടെ ഉണ്ടായിരുന്നത്. മീനച്ചിലാറിൻ്റെ തീരം മുഴുവനും, ഈ പള്ളിയുടെ പ്രദേശം മുഴുവനും കച്ചവടക്കാരും ഇതര മതസ്ഥരും എല്ലാം ഒന്നുചേർന്ന് ഭാരതത്തിൻ്റെ ആ ഒരു പൈതൃകവും നസ്രാണി പൈതൃകവും പാലായുടെ സാംസ്കാരിക മഹിമയുമെല്ലാം കൂട്ടി ചേർത്ത് വിളക്കി എടുക്കുന്ന ഒരു വലിയ സംഭവമായിരുന്നു നമ്മുടെ രാക്കുളി തിരുനാൾ. അത് നസ്രാണികളുടെ അടിസ്ഥാനപരമായ ഒരു കാര്യമായിട്ട് ഇന്നും നിലനിൽക്കുന്ന കാര്യവുമാണ്. ഈ ദേവാലയത്തിൻ്റെ ഈ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ കട്ടക്കയം ഇബ്രാഹിം കത്തനാരും കട്ടക്കയം യൂസേഫ് കത്തനാരും നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചവരാണ്. ഒരു വലിയ വേദശാസ്ത്രികളായിരുന്നു, ശ്രീയാനി പണ്ഡിതന്മാരായിരുന്നു, നസ്രാണികളുടെ നേതാക്കന്മാരായിരുന്നു. അങ്ങനെ അവർക്ക് ഇവിടെ വളരെയേറെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നെങ്കിലും ഈ പാലാ ഇടവകയുടെ തനിമ കണ്ടെത്തുന്നതിൽ അവർ വളരെ അധ്വാനിച്ചവരാണ്. 18-ാം നൂറ്റാണ്ടിൽ തറയിൽ വംശജനായ സ്തംഭിക്കൽ ഇട്ടൻ മാപ്പിളയുടെ നേതൃത്വത്തിൽ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും അവരുടെ ക്ലേശപൂർണവും ഒപ്പം സന്തോഷകരവുമായ ജീവിത സമർപ്പണ ചരിത്രവുമൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ ഈ ദേവാലയം പണിയുന്നതിനും ഇതിൻ്റെ സ്ഥലങ്ങൾ സ്വന്തമാക്കുന്നതിനും ഒക്കെ ഇതര മതസ്ഥരായിട്ടുള്ള ധാരാളം ആളുകൾ നമ്മെ സഹായിച്ചിട്ടുണ്ട്. മതമൈത്രിയുടെ, സ്നേഹത്തിൻ്റെ, കൂട്ടായ്മയുടെ, പരിഗണനയുടെ ഒരു തിരുമുറ്റമായിരുന്നു നമ്മളുടെ ഈ ദേവാലയ അങ്കണവും മീനച്ചിലാറിൻ്റെ ഈ മണ്ണും എന്നത് നമുക്ക് എക്കാലവും എല്ലാവരോടും കൂട്ടായ്മയിലും സ്നേഹത്തിലും പെരുമാറാനുള്ള ആഹ്വാനം കൂടെ നൽകുന്നു എന്ന കാര്യം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. ജനഹായുടെ രാത്രിയിൽ ഇന്നലെ വൈകുന്നേരം നമ്മുടെ പുരുഷന്മാർ കുളിച്ച് വൃത്തിയായി അല്ലെങ്കിൽ ആറ്റിൽ ചാടി മുങ്ങി കുളിച്ച് ഈശോയുടെ മാമോദീസായുടെ ഓർമ്മ കാത്തു സൂക്ഷിക്കുന്ന പാരമ്പര്യമാണല്ലോ രാക്കുളി എന്ന പേരിൽ നമ്മുടെ ഈ തെക്കൻ പ്രദേശത്ത് ഒക്കെ കൂടുതലായിട്ട് ജനഹ തിരുനാൾ അറിയപ്പെടുന്നത്. വടക്കൻ കേരളത്തിൽ
അല്ലെങ്കിൽ അവിടെയുള്ള നസ്രാണികളുടെ ഇടയിൽ പിണ്ടി കുത്തി തിരുനാൾ എന്ന പേരിലാണിത് കൂടുതൽ അറിയപ്പെടുന്നത്. വാടപ്പിണ്ടിയിൽ ദീപങ്ങൾ തെളിയിച്ച് ഇവിടെ ഏൽപ്പയ്യ ദൈവം പ്രകാശമാണ് എന്ന് പറഞ്ഞ് ഗീതങ്ങൾ ആലപിച്ച് കർത്താവിൻ്റെ ഈ ധനഹായുടെ വലിയ അനുസ്മരണം കൈമാറ്റം ചെയ്യുന്ന ആ പതിവ്. ഒരേ കാര്യം കേരളത്തിൻ്റെ തെക്കും വടക്കും വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി എന്നാൽ ഈശോയുടെ മാമോദീസായ്ക്ക് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു ആഘോഷം അല്ലെങ്കിൽ ഒരു തിരുനാൾ ആണ് ഇത്. ഓർത്തഡോക്സ് സഭകളിലും പ്രത്യേകിച്ച് റഷ്യൻ ഓർത്തഡോക്സ് സഭകളിലൊക്കെ അവിടെ തണുപ്പുള്ള സമയമാണെങ്കിലും അവർ രാത്രിയിൽ ഐസുള്ള വെള്ളത്തിൽ മുങ്ങി കയറി ഈ ധനഹായുടെ ഈശോയുടെ മാമോദീസായുടെ ആ ഓർമ്മ കാത്തു സംരക്ഷിച്ച് പോരുന്നുണ്ട്. ഇപ്പോഴും ലത്തീൻ സഭയിൽ പ്രധാനമായിട്ടും ഈ തിരുനാൾ പൂജരാജാക്കന്മാരുടെ സന്ദർശനവും അവർക്ക് ഈശോ വെളിപ്പെടുത്തുന്ന കാര്യവുമാണ്. ധനഹായിൽ അവർ ഊന്നൽ കൊടുത്ത് ആചരിക്കുന്നത് അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നത് രണ്ടും സുവിശേഷ സംഭവങ്ങളാണ്. ഈശോയുടെ മാമോദീസായുടെ കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. പൂജരാജാക്കന്മാരുടെ സന്ദർശനവും അതുപോലെ തന്നെയാണ്. പൗരസ്ത്യ സഭകൾ പ്രത്യേകിച്ച് ഭാരതത്തിലെ നസ്രാണികൾ ഈ ധനഹായിൽ ഈശോയുടെ മാമോദീസായും നമ്മുടെ മാമോദീസായും അതിൻ്റെ ഫലങ്ങളും കൂടുതൽ ചിന്തിച്ച് ആത്മീയ ഉണർവിന് വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നത്തെ സുവിശേഷത്തെക്കുറിച്ച് കൂടെ ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ മാമോദീസ സുവിശേഷത്തിൻ്റെ ആരംഭ ഭാഗത്തും അതിൻ്റെ കേന്ദ്ര സ്ഥാനത്തും നിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 11 തിരുവചനങ്ങളാണ് നമ്മൾ കേട്ടത്. യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കേണ്ട ആവശ്യം ഈശോയ്ക്കില്ലായിരുന്നെങ്കിലും ഈശോ സർവ്വനീതിയും പൂർത്തിയാക്കാൻ വേണ്ടി യോഹന്നാൻ നടത്തുന്ന ആ പരിശ്രമത്തെ അംഗീകരിക്കാൻ വേണ്ടി പാപികളായ മനുഷ്യവർഗത്തോട് ചേർന്ന് നിന്ന് തന്നെ ഈ ലോകത്തിന് സമർപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ യോഹന്നാൻ്റെ മുമ്പിൽ വന്നു നിന്ന് യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നത്. യോഹന്നാൻ ഫോർ റണ്ണർ മാത്രമായിരുന്നു. അദ്ദേഹം ഫ്രണ്ട് റണ്ണർ അല്ല. ഫ്രണ്ട് റണ്ണറായിട്ടുള്ള കാതലായിട്ടുള്ള യാഥാർത്ഥ്യം ഈശോയാണ്. അത് ജനങ്ങൾ തെറ്റിദ്ധരിക്കരുത്. യോഹന്നാൻ്റെ ദൗത്യം വഴിയൊരുക്കൽ മാത്രമാണ്. ഞാൻ വെള്ളം കൊണ്ട് മാമോദീസ നൽകുന്നവനാണ്, പരിശുദ്ധ റൂഹ കൊണ്ട് മാമോദീസ നൽകുന്നവൻ ഉടനെ വരും, നിങ്ങൾ അവന് വേണ്ടി കാത്തിരിക്കണം എന്നുള്ള പ്രസംഗ പരമ്പരയുടെ അന്ത്യത്തിലാണ് ഈശോ യോർദാൻ നദിയിലേക്ക് മാമോദീസ സ്വീകരിക്കാനായിട്ട് വരുന്നത്. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 1-ൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: ജനത്തിന് വലിയ ക്ലേശങ്ങൾ ഉണ്ടായ കാലമായിരുന്നു അത്. ഖേബാർ നദീതീരത്ത് വെച്ച് സ്വർഗം തുറക്കപ്പെട്ടു, വലിയ ശബ്ദം കേട്ടു, ആത്മാവിനെ അവർ വീക്ഷിച്ചു. പഴയ നിയമത്തിലൂടെ ദൈവം കലാകാലങ്ങളിൽ പറഞ്ഞ് പഠിപ്പിച്ച ഒരു ചിന്തയായിരുന്നു സ്വർഗം തുറക്കുന്നതും പരിശുദ്ധ ആത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതുമെല്ലാം. യഹൂദ രാജാക്കന്മാരുടെ അഭിഷേക കർമ്മത്തിലെല്ലാം ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതുമൊക്കെ നമുക്ക് അറിവുള്ള കാര്യമാണ്. ഈശോ യോർദാനിൽ വന്ന് നിന്ന് ജലത്തിൽ മുങ്ങി കരയിലേക്ക് കയറുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ സ്വർഗത്തിൽ നിന്ന് വരുന്നത് അവൻ കണ്ടു. ആ സത്യം സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ പഴയ നിയമത്തിലേക്കുള്ള സൂചനയും നമുക്കറിയാം. ദൈവം പ്രപഞ്ചത്തെ, ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ ആ സൃഷ്ടികൾക്ക് ഒരു ക്രമം ഉണ്ടാകാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെ അയച്ചു കൊടുക്കുകയും ആ റൂഹ ജലത്തിന്മേൽ ഫ്ലട്ടർ ചെയ്ത് ഓടി നടന്ന് പറന്ന് നടന്ന് അവിടെ ഒരു ഹാർമണി, അവിടെ ഒരു ഐക്യം പ്രദാനം ചെയ്യുന്നതും നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ആ ഒരു കാര്യമാണ് കൂടുതൽ പൂർണ്ണതയിൽ ഈശോയുടെ
മാമോദീസ വേളയിൽ നമ്മൾ കാണുന്നത്. അവിടെ സ്വർഗം തുറന്ന് ദൈവപിതാവിൻ്റെ സ്വരം, ശബ്ദം കേൾക്കുകയാണ്. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, അവനിൽ ഞാൻ സംപ്രീതൻ. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച യെശയ്യായുടെ തിരുവചനങ്ങളിലേക്കുള്ള ഒരു എക്കോയിങ് ആണ്. അതിനെ കുട്ടി ധ്വനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ കർത്താവിൻ്റെ മാമോദീസ വേളയിൽ പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന റൂഹ, പ്രാവ് നിഷ്കളങ്കതയുടെ അടയാളമാണ്. ഏറ്റവും ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കാനാണ് പ്രാവ് എന്ന പ്രതിരൂപം നമ്മൾ ഉപയോഗിക്കുന്നത്. അന്ത്യോക്യൻ സഭയിൽ നമ്മളുടെ പരിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന കാപ്പയുടെ പിറകിൽ മാർസ്ലീവ പതിപ്പിക്കുന്നത് പോലെ അന്ത്യോക്യൻ സഭയിൽ, മലങ്കര സഭയിൽ അവർ പ്രാവിൻ്റെ ചിത്രമാണ് കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പ്രാവിൻ്റെ രൂപം കൊടുക്കുന്നത്. ഈശോയെ തന്നെ സൂചിപ്പിക്കാനാണ് ഉത്ഥിതനായ ഈശോയുടെ അടയാളമായ സ്ലീവ നമ്മളുടെ തിരുക്കുപ്പായങ്ങളിൽ ഉപയോഗിക്കുന്നത്. പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് കർത്താവിൻ്റെ അഭിഷേക കർമ്മം അവിടെ നടക്കുകയാണ്. മെസ്സിയ എന്ന വാക്കിൻ്റെ അർത്ഥവും ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ ക്രിസ്തുസ്, അഭിഷിക്തനായവൻ്റെ ഒരംശം കൂട്ടത്തിൽ കൊണ്ടു നടക്കുന്നവനാണ്. ദൈവം ഈശോയെ റൂഹാ വഴി അഭിഷേകം ചെയ്തു. അതിൻ്റെ ഒരു അംശമാണ് മാമോദീസായിൽ നമ്മളും ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത്. ഏറ്റവും നല്ല പിതാക്കന്മാരിൽ ഒരാളായിരുന്നു ജെറൂസലേമിലെ സിറില്. അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത ഇപ്രകാരമാണ്: നോഹയും വെള്ളപ്പൊക്കവും ചരിത്ര സംഭവമാണല്ലോ. ഈശോയുടെ മാമോദീസായിലേക്ക് ഏറെ പ്രതീകാത്മകത കൊണ്ടുവരുന്ന ഒരു സംഭവമാണിത്. നോഹയുടെ പേടകത്തിലും പ്രാവ് ദൈവവും മനുഷ്യരും തമ്മിലുള്ള ഒരു പുതിയ ബന്ധം സൃഷ്ടിക്കുകയായിരുന്നു. ഈശോയുടെ മേൽ വന്ന റൂഹായും ദൈവവും മനുഷ്യവർഗവും തമ്മിലുള്ള രമ്യതപ്പെടലിൻ്റെ കാതലായിട്ട് നിൽക്കുകയാണ്. നോഹയുടെ കാലത്ത് രക്ഷ വന്നത് തടിയും അല്ലെങ്കിൽ പെട്ടകവും വെള്ളവും വഴിയാണല്ലോ. അതുവഴി ഒരു പുതിയ സൃഷ്ടി, ക്രിയേഷൻ നടക്കുകയായിരുന്നു. സന്ധിയിൽ പ്രാവ് ഒരു ഒലിവ് ചില്ലി കഷ്ണവുമായിട്ട് പെട്ടകത്തിലേക്ക് വന്നപ്പോഴാണ് ഒരു പുതിയ യുഗം അവിടെ പിറക്കുന്നത്. പുതിയ നോഹയുടെ മേൽ, ഈശോയുടെ മേൽ റൂഹ ഇറങ്ങി വരുന്നതും ഇതുപോലെയാണ്. പുതിയ സൃഷ്ടിയുടെ കർത്താവിൻ്റെ മേലാണ് റൂഹ വരുന്നത്. ആത്മാവ് ഇറങ്ങി ഈശോയുടെ മേൽ നിൽക്കുകയാണ്. ഈശോയാണ് തടി, ഈശോയാണ് കുരിശ്, ഈശോയാണ് രക്ഷ. ആ രക്ഷയ്ക്ക് കാരണമാകുന്നത് റൂഹായുടെ ഈ ഇറങ്ങി വരവാണ്. ഓരോ മാമോദീസായിലും സംഭവിക്കുന്നതും അതുതന്നെയാണ്. ജെറൂസലേമിലെ സിറില് നോഹയുടെ പെട്ടകവും അവിടുത്തെ പ്രാവിൻ്റെ സാന്നിധ്യവും ഈശോയുടെ മേൽ റൂഹ ഇറങ്ങി വന്ന് വസിക്കുന്നതുമായിട്ടുള്ള ആ ബന്ധം അതുതന്നെയാണ് കത്തോലിക്കാ സഭയുടെ കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് എന്ന ബൃഹത്തായ ഗ്രന്ഥത്തിൻ്റെ പ്രബോധന കാതലായിട്ടുള്ള കാര്യവുമെന്ന് നമുക്കറിയാം. അങ്ങനെ നമ്മെ സംബന്ധിച്ച് ഈ രാക്കുളി പെരുന്നാള്, തിർഹാ തിരുനാള് ദൈവത്തിൻ്റെ വലിയ വെളിപ്പെടുത്തലാണ്. തെയോഫനി, പ്രത്യക്ഷീകരണം എന്ന് നമ്മൾ പറയുന്ന, ദനഹ എന്ന് സുറിയാനിയിൽ നമ്മൾ പറയുന്ന ഈ തിരുനാള് നമ്മെ സംബന്ധിച്ച് തെയോഫാനിയ കൂടെയാണ്. വെറുതെ ഒരു പ്രത്യക്ഷീകരണമല്ല, തെയോഫാനിയ ആണ്. ദൈവത്തിൻ്റെ പ്രത്യക്ഷപ്പെടലാണ്. സ്വർഗം പിളർന്ന് ദൈവപിതാവിൻ്റെ വാക്കുകൾ കേൾക്കപ്പെടുന്നു. സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധ റൂഹ താഴേക്ക് ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്ന് വസിക്കുന്നത് പുത്രന്റെ മേലാണ്. അങ്ങനെ തെയോഫാനിയ, പരിശുദ്ധ ത്രിത്വം എന്ന തിരുസഭയുടെ കാതലായ ആ പ്രബോധനമാണ് ഈ ദനഹായിൽ നമ്മൾ തിരുസഭ ക്രൈസ്തവർ അനുസ്മരിക്കുന്നത്. അത് നസ്രാണികളും പൗരസ്യ സഭകളും
ഈ മാമോദീസായോട് ബന്ധപ്പെടുത്തി, ഈശോയുടെ മാമോദീസായോട് ബന്ധപ്പെടുത്തി കൂടുതലായിട്ട് ദൈവശാസ്ത്രപരമായ ആ ഒരു കീഴ്വഴക്കത്തോടു കൂടിയാണ് അതിനെ കാണുന്നതും മനസ്സിലാക്കുന്നതും. അപ്രയം പുണ്യവാളൻ പറയുന്നു, ആദ്യ പാപത്തിലൂടെ മനുഷ്യവംശത്തിന് നഷ്ടപ്പെട്ട കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രമാണ് യോർദാനിലെ ജലത്തിൽ ഈശോ നിക്ഷേപിച്ചത്. മാമോദീസ ദൈവകൃപയുടെ അനശ്വര വസ്ത്രം മനുഷ്യന് വീണ്ടും പ്രദാനം ചെയ്യുന്നു. പറുദീസ മുതൽ നഗ്നനായിരുന്ന മനുഷ്യൻ മാമോദീസായിലൂടെ പുതുവസ്ത്രം വീണ്ടും ധരിപ്പിക്കപ്പെടുകയും ആന്തരിക നഗ്നത മറയ്ക്കപ്പെടുകയും ചെയ്യുന്നു. നമ്മളെല്ലാവരും പുതിയ സൃഷ്ടിയാകുന്നത് ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആ രഹസ്യം നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ്. പരിശുദ്ധ റൂഹ നമ്മുടെ മേൽ എഴുന്നള്ളി വരുമ്പോഴാണ്. യെശയ്യാ 64:1 കർത്താവേ, ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ എന്ന് അദ്ദേഹം ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുകയാണ്. സ്കിസോ മെനൂസ് എന്ന് പറഞ്ഞാൽ പിളരുക എന്നാണ്. ആകാശം പിളർന്ന് നീ താഴേക്ക് വരണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചത് പൂർത്തിയാകുന്നത് ഈശോയുടെ മാമോദീസായുടെ അവസരത്തിലാണ്. അതാണ് നമ്മളുടെ ഈ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വെളിപ്പെടുത്തൽ കൂടിയാണ്. അപ്രയം പുണ്യവാളൻ ഈ പരിശുദ്ധ ത്രിത്വത്തെ ചോദ്യം ചെയ്യുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ കാലത്തും ഉണ്ടായിരുന്നത് കൊണ്ട് മാമോദീസായുടെ വിശദീകരണമായിട്ട് അന്ന് അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചിരുന്നു, പിതൃനാമം നിനക്ക് അതിർത്തിയായിരിക്കട്ടെ. ദൈവം പിതാവാണ് എന്നുള്ള ആ കാര്യം നിനക്കൊരു അതിർത്തി, അതിനപ്പുറത്തേക്ക് പോകാൻ സാധിക്കുകയില്ല. അത് കടന്ന് അവിടുത്തെ സ്വഭാവം പരിശോധിക്കാൻ പോകരുത്. പുത്രന്റെ നാമം നിനക്ക് ഒരു മതിലായിരിക്കട്ടെ. അത് എടുത്തു കടന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് ചാടാനുള്ള അവസരങ്ങളും ഉപയോഗിക്കരുത്. അരൂപിയുടെ നാമം നിനക്കൊരു വേലിയായിരിക്കട്ടെ. അവിടുത്തെ എത്തി നോക്കാൻ അതിനപ്പുറത്തേക്ക് അകത്തേക്ക് അടക്കരുത്. അദ്ദേഹം വളരെ പ്രായോഗികമായിട്ടുള്ള 3 വാക്കുകൾ ഉപയോഗിച്ച് പിതാവിനെയും പുത്രനെയും പരിശുദ്ധ റൂഹായെയും ഒരു സത്യവിശ്വാസിക്ക്, ഒരു സാധാരണ വിശ്വാസിക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മളും ഈ തിരുനാളിൽ വളരെ കാതലായ ദൈവശാസ്ത്രമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പരിശുദ്ധ പിതാക്കന്മാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അത് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള പ്രബോധനമാണ്. ഈശോയുടെ മാമോദീസായെക്കുറിച്ചുള്ള പ്രബോധനമാണ്. ആ മാമോദീസായിൽ ദൈവം പിതാവും പുത്രനും റൂഹാദുക്കുദീസായുമായിട്ട് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു വലിയ വെളിപ്പെടുത്തലാണ്. അതാണ് ജനഹ, അതാണ് തെയോഫാനിയ, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ ഭദ്രാസനവും ഈ സഭയും മലബാർ സഭ അകമാനം നമ്മുടെ കർത്താവിൻ്റെ ഈ മാമോദീസ ജനഹ വലിയ സുവിശേഷമായ താല്പര്യത്തോടുകൂടിയാണ് എക്കാലവും അനുസ്മരിച്ച് പോന്നിട്ടുള്ളത്. അത് പഴയ നിയമ ചെങ്കടൽ ഇസ്രായേൽക്കാർ കടക്കുന്നതിൻ്റെ എല്ലാം പ്രതീകമാണെന്നുകൂടെ നമുക്കറിയാം. നമ്മൾ ഇവിടെ അത് രാക്കുളി തിരുനാളായിട്ടും നമ്മുടെ വടക്കൻ പ്രദേശത്ത് പിണ്ടുകുത്തി തിരുനാളായിട്ടും അല്പം വ്യത്യസ്ത വാക്കുകളോടുകൂടി നമ്മളിത് ആഘോഷിക്കുമ്പോഴും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വെളിപ്പെടുത്തലും ഈശോയുടെ മാമോദീസായും അതേ തുടർന്ന് നമ്മൾ ശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് രാത്രിയിൽ കുളത്തിൽ കിണറ്റിൽ ചാടി ദേഹശുദ്ധി വരുത്തി വെള്ള വസ്ത്രമണിഞ്ഞ് പുറത്തു നമസ്കാരത്തിന് ജനങ്ങൾ വന്നുകൊണ്ടിരുന്നത് എന്ന കാര്യമാണ് നമ്മുടെ ഈ ഭദ്രാസനത്തെ സംബന്ധിച്ച് ചരിത്രപരമായിട്ട് കൂടുതലായിട്ടുള്ളത്. അതിനോടനുബന്ധമായിട്ടുള്ള തിരുനാളുകളും പ്രദക്ഷിണങ്ങളും ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ ദേശത്തിൻ്റെ ഒരു തിരുനാളാണിത്. ഈ രാജ്യത്തിൻ്റെ പ്രതീകാത്മകമായ ഒരു കൂടിവരവ് കൂടെ ഈ തിരുമുറ്റത്ത് നടന്നുകൊണ്ടിരുന്നു. ഇപ്പോഴും അങ്ങനെയാണ്. എത്രയോ ആളുകൾ ഇതര മതവിഭാഗത്തിൽപ്പെട്ടവരും ഈ ഭദ്രാസന ദേവാലയത്തെക്കുറിച്ചും ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇതിനെ വളരെ വലിയ ദൈവികമായ അടയാളമായിട്ട് കാണുന്ന ഇതര മതസ്ഥർ നമ്മുടെ ഈ ടൗണിൽ തന്നെയുണ്ട്. ധാരാളം ആളുകളെ എനിക്ക് വ്യക്തിപരമായിട്ടും
അറിയാം. അവരെല്ലാം ഇതിനെ ഏറ്റവും പവിത്രമായ ഒരു ദേവാലയമായിട്ടാണ് കാണുന്നത്. അവരുടെയും മനസ്സിൽ വലിയൊരു പള്ളിയും വലിയൊരു ദൈവവും ഉള്ള സ്ഥലമാണ് നമ്മുടെ ഭദ്രാസനം എന്നുള്ള ആ ചിന്ത നമ്മളിൽ കൂടുതൽ ഉരുവാക്കപ്പെടണം. നമ്മളതിൻ്റെ സൂക്ഷിപ്പുകാരും ആ ചിന്ത കൊടുക്കുന്നവരുമായിട്ട് എപ്പോഴും എല്ലാ ദിവസവും മാറാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മൾക്ക് വേണ്ടി കുർബാന അർപ്പിച്ച് ദൈവജനത്തിൻ്റെ മുമ്പിൽ ഒരു ജനഹ ആയിട്ട് നമ്മുടെ കൊച്ചന്മാർ 13 പേരുമുണ്ട്. ദൈവത്തിൻ്റെ ജനഹാമാരാണ് അവരിലൂടെയാണ് ഈ നാടുകളിൽ ദൈവം സ്വയം വെളിപ്പെടുത്തിയത്. ദൈവം പിതാവാണെന്നും ഈശോ ഏകരക്ഷകനാണെന്നും പരിശുദ്ധ റൂഹ എല്ലാം നവീകരിക്കുന്നവനാണെന്നും നമ്മെ പഠിപ്പിച്ചത് ഇവരിലൂടെയാണ്. ഇവരുടെ ശുശ്രൂഷ കർമ്മങ്ങളിൽ പങ്കെടുത്ത ആരെങ്കിലുമൊക്കെ ഇതിനകത്തും കാണും. നമ്മുടെ രൂപതയുടെ കൂട്ടായ്മയുടെ വലിയൊരു അവസരമായിരുന്നു. എല്ലാ സ്ഥലത്തെയും വികാരിച്ചന്മാർ അതിനുവേണ്ടി വളരെയേറെ അധ്വാനിച്ചു. ഒരു സ്ഥലത്തും ഒരു പിഴവും വന്നിട്ടില്ല. എല്ലാം വലിയ വിശ്വാസികളുടെ പങ്കാളിത്തത്തോടു കൂടി ധാരാളം വൈദികരുടെ സമർപ്പിതരുടെ സാന്നിധ്യത്തിൽ തിരുപ്പെട്ട ശുശ്രൂഷകൾ നടത്താനായിട്ട് സാധിച്ചു. ഈ ഭദ്രാസനത്തിൽ ഈ അച്ഛന്മാരെല്ലാവരും ഇവിടെ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ച അച്ഛനും ഇവിടെയുണ്ട്. അവരെല്ലാവരും ഇവിടെ ഇരിക്കുമ്പോൾ ഇതാണ് വാസ്തവത്തിൽ ജനഹായുടെ വിസിബിളായിട്ടുള്ള അടയാളം എന്ന് നമ്മൾ തിരിച്ചറിയണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച മാതാപിതാക്കളെയും ഇടവക വികാരിമാരെയും അധ്യക്ഷന്മാരെയും എല്ലാം ഞാൻ ഒരിക്കൽ കൂടി ഓർത്ത് നന്ദി പറയുകയാണ്. വലിയൊരു പറ്റം ആളുകൾ നമ്മളുടെ ഈ പോസ്റ്റ് കോവിഡ് കോർഡിനേഷൻസിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും എല്ലാ ഇടവകയിലും വിശ്വാസികളുടെ വലിയൊരു സമ്മേളനം, ഒരു ആഹ്ലാദം അവരുടെ മുഖത്തുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു. തിരുപ്പട്ടം ആ സമൂഹം കാത്തിരുന്ന് ഏറ്റുവാങ്ങിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. നിങ്ങളുടെ വികാരിച്ചന്മാരെയും മാതാപിതാക്കളെയും ഇടവക സമൂഹത്തെയും എത്രയോ കരുതലോടുകൂടി നമ്മളുടെ ജനം ഇതുപോലുള്ള കാര്യങ്ങൾ കാത്തിരിക്കുന്നു, ഉൾക്കൊള്ളുന്നു, അതേക്കുറിച്ചുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നു എന്നതിൻ്റെ തെളിവായിരുന്നല്ലോ അതെല്ലാം. നിങ്ങളെന്നും ഈ രൂപതയ്ക്ക് ജനഹാമാരായിരിക്കട്ടെ. നസ്രാണി സഭയുടെ അതിപുരാതനമായ പൈതൃകങ്ങൾ കാത്തു സൂക്ഷിച്ച് ഈ സഭയ്ക്ക് നല്ല ബലിഷ്ഠമായ സംവിധാനങ്ങളും അതിൻ്റെ സുവിശേഷ പ്രഘോഷണ ശൈലികളും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട കക്കൽ അച്ഛനെ സ്നേഹത്തോടെ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ സഹായവും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും രൂപതയുടെ എല്ലാ കാര്യത്തിലും ഉണ്ട്. എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാവുന്ന കാര്യമാണ്. കൊച്ചന്മാരെയും വിക്കാരന്മാരെയും എല്ലാം ഒരിക്കൽ കൂടി ഓർത്ത് നിങ്ങളെ എല്ലാവരെയും ഈ ജനഹാ തിരുനാളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.